എനിക്ക് ആ വീട്ടില് ശത്രുതയുള്ളത് ശ്രീദേവിയോട് മാത്രമാ. ഞാൻ വരുന്നതറിഞ്ഞ് അവള് മുറി വിട്ട് പുറത്തു വന്നിട്ടില്ലേ. പിന്നെ എന്റെ ഏട്ടന്റെ സാന്നിധ്യം അവിടെ എനിക്ക് ഫീൽ ചെയ്തു. അത് മറ്റാരിൽ നിന്നുമല്ല, എന്റെ ഏട്ടന്റെ മകനിൽ നിന്ന്. അതേ മോളെ, മുകുന്ദൻ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെയൊക്കെ പ്രായച്ചിത്തം പോലെയാ അവന്റെ മകന്റെ പെരുമാറ്റം. കാഞ്ചന മടങ്ങി വന്നതിൽ അവിടെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അവനാണെന്ന് എനിക്ക് തോന്നി. ഹീ സോ ജെന്യൂൻ. അത് സത്യമാണ്. അവൻ എന്റെ പാദം തൊട്ട് തൊഴണ്ട എന്ത് കാര്യമുള്ളത്? അവനെ നിസ്സാരക്കാരനല്ല, സർവ സ്വത്തിന്റെയും ഏക അവകാശി അവന്. അവന്റെ ആശ്രയത്തില് മറ്റുള്ളവർ ജീവിക്കുന്നത്. ഞങ്ങളോടൊരു ഹലോ പറഞ്ഞു തീർക്കേണ്ട കാര്യമേ അവനുള്ളൂ. പക്ഷേ എനിക്കവൻ വല്യപ്പച്ചയുടെ സ്ഥാനവും വിലയും തന്നു. എന്റെ സന്തോഷത്തിനു വേണ്ടി നിഴൽ പോലെ കൂടെ നടന്നു. എന്തിന്? യാത്രയാക്കിയതുപോലും എന്നെ കാറിൽ കയറ്റി ഡോർ അടച്ചിട്ടാ. അപ്പോ അതാണ് സംഗതി. അവൻ ഇത്രയൊക്കെ ചെയ്യുമ്പോ എന്റേത് നിഷേധ നിലപാടായ പിന്നെ അത് ശരിയല്ലല്ലോ. ചുരുക്കി പറഞ്ഞ, ആദ്യമായി കാണുന്ന ഒരു ചെക്കന്റെ വലയില് അമ്മ തലയും കുത്തി വീണു. അവന് ഞങ്ങളെ മയക്കേണ്ട ഒരു കാര്യമില്ല മോളെ. കാഞ്ചന ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിയ അവനോട് എന്തു മറുപടി പറയുമെന്നുള്ള വിഷമത്തിലായിരുന്നു ഞാൻ. പക്ഷേ നിന്റെ അമ്മ ഭക്ഷണം കഴിക്കാൻ തയ്യാറായി. ആ, ഇനി അമ്മയ്ക്ക് തറവാട്ട് കരുവ് ചെങ്ങാത്തം കൂടാലോ. ഏട്ടനായിരുന്നല്ലോ പ്രധാന ശത്രു, ഇപ്പൊ മകൻ പ്രിയപ്പെട്ടവനായി. അതെ, എനിക്കവൻ പ്രിയപ്പെട്ടവൻ തന്നെ. എന്റെ മുഴുവൻ പകയും ദേഷ്യവും ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അലിയിച്ചു കളഞ്ഞില്ലേ അവൻ. പിന്നെ അവൻ എനിക്ക് എങ്ങനെ പ്രിയപ്പെട്ടവനല്ലാതാവും? അവനെ അധികം താമസിക്കാതെ ഇവിടെ വരും. ഞാൻ പറഞ്ഞത് എത്ര ശതമാനം ശരിയാണെന്ന് ഒന്നേരം നിനക്ക് ബോധ്യാവും. ഞാൻ എന്തിനു ബോധ്യപ്പെടണം? ഇന്നലെ വരെ ഇല്ലാത്ത ബന്ധമൊന്നും ഇനി എനിക്ക് അങ്ങോട്ട് വേണ്ട. നിക്കവിടെ. നീ എങ്ങോട്ടായി ഓടുന്നേ? അത് എനിക്കൊരു ഫ്രണ്ടിനെ വിളിക്കാനുണ്ട്. അവളുടെ പിന്നാലെ നമ്മുടെ കണ്ണുണ്ടായാലേ പറ്റൂ. ഏത് നേരവും ഫോണിലെ ശ്രദ്ധ. എന്റെ കാഞ്ചനെ, നിന്റെ ഈ സംശയം ഒന്ന് നിർത്ത്. മുത്തശ്ശിയും പേരക്കുട്ടിയെ പിന്നാമ്പുറത്തിരുന്ന് സ്വപ്നം കാണുന്നുണ്ട്. കാണട്ടെ, മതിവരുവോളം കാണട്ടെ. അനിയൻ കുഞ്ഞിനോട് അമ്മ തട്ടിക്കയറാനൊന്നും പോകരുത്. അവൻ ഞാഞ്ഞൂലാണെങ്കിലും ഗ്രഹണ സമയത്തെ ആ വിഷം മതി. ഒന്ന് പോടാ, അവനെ ആര് ഗവനിക്കാനാ? ഇനി ദിവസങ്ങൾ കുറവാ. എനിക്കിത് ആ പെണ്ണിന്റെ കല്യാണമല്ല, നരേന്ദ്രന്റെ കല്യാണ. ഞാൻ എന്ത് ചെയ്യുന്നതും ആ ചിന്ത മനസ്സിൽ വെച്ചാ. എന്റെ കൂടപ്പറപ്പന്റെ മകന്റെ കല്യാണം 4 ആൾ അറിയും വിധം കെങ്കേമമായി നടത്തണം. മുഴുവൻ നാട്ടുകാരെയും ക്ഷണിക്കണം. 4 തരം പായസം വിളമ്പി വേണം സദ്യ കൊടുക്കാൻ. അത് പിന്നെ വേണ്ടേ അമ്മേ? ഇതൊരു സാധാരണ കല്യാണമാണോ? പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കല്യാണമല്ലേ? അത്രക്കൊക്കെ വേണോ? ഇപ്പോഴും ഞാൻ പറയുന്നതേ വലിയ ആൾക്കൂട്ടൊന്നും വേണ്ടെന്ന്. അവരെ ആ സമയത്ത് കൈകാര്യം ചെയ്യാൻ പ്രയാസാ. എന്റെ ഈ തീരുമാനത്തിൽ ഒരു മാറ്റവും വരാൻ പാടില്ല. എനിക്കിത് ഞാൻ നിശ്ചയിച്ചുറപ്പിച്ച കല്യാണ. നരേന്ദ്രൻ ആദ്യം മനസ്സുറപ്പോടെ നിൽക്കേ. നാട്ടുകാർ ഒന്നടങ്കം കൂടുന്നത് നല്ലതാളിയാ. അളിയനത് മനസ്സിലാവാഞ്ഞിട്ടാ. എല്ലാരും നേരിൽ കാണുമ്പോഴുള്ള ഗുണേ പാലും തലയും ചേർത്ത് അപവാദ കഥകൾ പറയില്ല എന്നുള്ളതാ. അളിയന്റെ ഒരു ഔദാര്യമായിട്ട് അതങ്ങ് മാറും. അതിനുവേണ്ടിയല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ആ, കല്യാണക്കുറിക്കുള്ള മാറ്റർ ശരിയാക്കണം. ആദ്യം വേണ്ടതിനി അതാ. അറിയാലോ, ചന്ദ്രൻ പിള്ള കാഞ്ഞ വിത്ത. ലെറ്ററിലെ വിലാസവും പൊക്കി പിടിച്ചേ അയാളൊരു അന്വേഷണം അങ്ങ് നടത്തും. അവൻ നിന്റെ കൈ കയറി പിടിച്ചെന്തിനാ? എനിക്കറിയില്ല മുത്തശ്ശി. നിന്നെ കാണുമ്പോ ഇപ്പോ അവനൊരിളക്കമുണ്ട്. ഇതുവരെ കാണാത്തൊരു നോട്ടവും ചിരിയും.
ഇതൊന്നും അത്ര നല്ല ലക്ഷണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ മുത്തശ്ശി? നിന്നോട് ഞാൻ എന്തു പറയാനാ കുട്ടി? എന്നാലും പറയാ, ഇവിടുന്ന് പോണ വരെ നരേന്ദ്രനോട് ഒരകലം വെച്ചോളൂ. അച്ഛാ, ആ അച്ഛൻ എന്നെ അന്വേഷിച്ചു എന്ന് രാജു വന്നു പറഞ്ഞു. സഞ്ജുവിന്റെ കല്യാണം നിന്നോട് ചോദിക്കാതെ നിശ്ചയിച്ചതിനെ ഞാൻ എതിർത്തു. പക്ഷേ ഒരാളും അത് കേട്ടില്ല. അവരിപ്പോ രണ്ടുപേരുടെ ജാതകം നോക്കുക. ഞാനും അത് അറിഞ്ഞു അച്ഛ. എല്ലാം ഇപ്പൊ ഏതാണ്ട് ഉറപ്പിച്ചതുപോലെ. എനിക്കതിൽ ഒരു പരിഭവമില്ല അച്ഛ. എന്റെ മനസ്സിലുള്ളത് സന്തോഷം മാത്ര. അച്ഛൻ മറിച്ചൊന്നും ചിന്തിക്കല്ലേ. മുൻപ് ഞാൻ കാരണം ഈ കുടുംബത്തിലുണ്ടായ പൊട്ടിത്തെറിയും അകൽച്ചയൊക്കെ എന്റെ മകന്റെ വിവാഹം കൊണ്ട് തീരുമെങ്കിൽ അതെനിക്ക് സന്തോഷല്ലേ. എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ അമ്മയ്ക്ക് സഞ്ജു എന്ന് വെച്ച ജീവന. അവന് ദോഷം വരുന്നതൊന്നും അമ്മ ചെയ്യേയില്ല. ഈശ്വര, നീ ഇപ്പോഴും നിന്നെ കുറിച്ച് ചിന്തിക്കുന്നില്ല. കാഞ്ചനയുടെ സ്വഭാവം എനിക്കറിയാം. അവളുടെ മകൾക്കാ ഈ വീട്ടിലേക്ക് വരാനുള്ള വഴി തുറക്കുന്നത്. ഇതൊരു ഗൂഢാലോചനയായിട്ടാ എനിക്ക് തോന്നുന്നു. എന്നോടുള്ള പ്രതികാരമാണെന്നാണോ അച്ഛൻ പറയുന്നത്? ഒരിക്കലും അവന് ചേർന്ന പെണ്ണാവില്ല കാഞ്ചനയുടെ മകളെന്നാ എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ സ്വസ്ഥതയൊന്നും ഉണ്ടാവൂ. സഞ്ജുവിന് മുമ്പിലേക്ക് ഇതുവരെ ഈ പ്രപ്പോസൽ എത്തിയിട്ടില്ല. അവൻ വസുമതിയോട് സമ്മതം മൂടുന്നതിന് മുമ്പ് നീ അവനോട് സംസാരിക്കണം. നിനക്ക് താല്പര്യമില്ലെന്നറിഞ്ഞാ പിന്നെ അവൻ ആ വഴിക്ക് പോവില്ല. ഇപ്പോ അവന് വലുത് അവന്റെ അമ്മയാ. അപ്പോ കാര്യങ്ങൾ അവിടം വരെയായി. അമ്മയുടെ തറവാട്ടില് എന്റെയും മുറച്ചക്കന്റെയും ജാതകങ്ങൾ ഒത്തുനോക്കിയപ്പോ ഗംഭീര പൊരുത്തമാണത്രേ. അതിന് കല്യാണം എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ തമ്മിലൊന്ന് കാണണ്ടേ? മിക്കവാറും എന്റെ ഫോട്ടോ കണ്ടു കാണും. ജാതകം കൈമാറിയ അമ്മയ്ക്കാണോ ഒരു ഫോട്ടോ കൈമാറാൻ കഴിയാത്തത്? ഈ മുറച്ചെറുക്കൻ തണ്ടിയെ ഞാനൊന്ന് കൈകാര്യം ചെയ്യേണ്ടി വരൂ? വേണ്ട, അവനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. അവനെ ഇതുപോലെ എന്റെ മുന്നിലൊന്ന് വന്നിരുന്നാ മതി. പിന്നെ അവൻ അങ്ങനൊരു മോഹവുമായി സ്വാതിയുടെ പിന്നാലെ വരില്ല. നമസ്കാരം. ഹലോ. സുന്ദരനല്ലേ? നമുക്കിവിടുന്ന് പെട്ടെന്ന് പോണം. ഒന്ന് എഴുന്നേക്കാവോ? പോവാനോ? അതിന് നമ്മൾ വന്നല്ലേ ഉള്ളൂ. സഞ്ജു ഇവിടെ നിന്ന് പോയേ പറ്റൂ. ക്യുക്ക്, ഒന്ന് എഴുന്നേറ്റ് വാ വേഗം. സ്വാതി, നീ കാര്യം എന്താന്ന് പറ. എന്തു പറ്റി? അതൊക്കെ പുറത്തു പോയിട്ട് പറയാം. ഇപ്പൊ എന്നോടൊന്നും ചോദിക്കരുത് പ്ലീസ്. ഇതാരോ മറന്നു വെച്ചാണല്ലോ. നല്ല പരിചയമുള്ളതുപോലെ. അതിന്റെ ഉടമ ഇപ്പം വരുമെന്നേ. അത് ചീത്തയാക്കണ്ട, അവിടെ വെച്ചേക്ക്. ഭാഗ്യം, കണ്ണിപ്പെടാതെ രക്ഷപ്പെട്ടു. ഇനി ഇവിടെ നിൽക്കുന്ന ബുദ്ധിയല്ല. നമുക്ക് പോവാം. ഇത്രയ്ക്ക് പേടിക്കാൻ താൻ ആരാ അവിടെ കണ്ടത്? ആരെയാണെന്നോ? എന്റെ അച്ഛനെയും അമ്മയും. അവരിവിടെ വന്നിട്ടുണ്ട്. സ്വാതി, മോശമായി പോയി. നീ അത് അപ്പ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചെന്ന് പരിചയപ്പെട്ടേനെ. സഞ്ജു അങ്ങനൊരു സാഹസം കാട്ടുമെന്ന് കരുതി തന്നെയാ അന്നേരം ഞാൻ പറയാതിരുന്നേ. വാ സഞ്ജു, നമുക്ക് മറ്റെവിടെയെങ്കിലും പോയിരുന്ന് സംസാരിക്കാം. സഞ്ജു മുന്നേ വിട്ടോ, ഞാൻ പിന്നാലെ വരാം. ഡ്രസ്സൊന്നും വേണ്ട. അതല്ല സച്ചി, അർജുൻ സാർ കൂപ്പിട്ടിട്ട് വന്നേ. അർജുനേട്ടാ, ഒന്നിങ്ങി വന്നേ. ഇതൊക്കെ നൈറ്റിയും കൈലിയൊന്നും അല്ല സച്ചി. നല്ല ഒന്നാം തരം കാഞ്ചീപുരം സാരികളാ. ആ പറഞ്ഞു. സൊല്ലുങ്ക സാർ. ലച്ചുന്റെ കല്യാണല്ലേ പറഞ്ഞേ? കനകൻ തിരുപ്പൂരും കാഞ്ചീപുരത്തും ഒക്കെ സാരികൾ എടുക്കുന്ന ആളല്ലേ? എന്നാ പിന്നെ ഒറിജിനൽ കാഞ്ചീപുരം പട്ടുസാരി ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. എന്താ പാരുങ്ക സച്ചി. നോക്കണേ ലച്ചു, നിനക്ക് ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്തോ? എന്നാലും കല്യാണ സാരി ഇങ്ങനെയാണോ മോനെ വാങ്ങേണ്ടത്? കടയിൽ പോയല്ലേ വാങ്ങേണ്ടത്? മുത്തശ്ശി, ഇതൊക്കെ തന്നെ കടയിലും ഇരിക്കുന്നേ. ഇതിലിപ്പോ കുറച്ചിലൊന്നും വേണ്ട. അല്ലെങ്കിൽ തന്നെ കല്യാണ സാരി എന്നത് ഏതാനും മണിക്കൂറുകൾ മാത്രം ചുറ്റേണ്ടതല്ലേ? എന്നാ പിന്നെ വഴിയോര കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പോരെ? നിങ്ങളൊക്കെ പറയുന്നു ചെക്കന്റെ വീട്ടുകാർ വലിയ ആൾക്കാരാണെന്ന്. എന്നിട്ടും പെണ്ണിന് കല്യാണ സാരി എടുക്കുന്നതോ വീടുകൾ തോറും കേറി ഇറങ്ങി നടക്കുന്ന കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന്. എന്താ അർജുന ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മുത്തശ്ശി, കനകനെ വില കുറച്ച് കാണരുത്. സിറ്റിയിലെ പല ഷോപ്പുകളിലും നല്ല സാരി എത്തിക്കുന്നത് കനകന. അതേ മുത്തശ്ശി, ഇതെല്ലാം ഒറിജിനൽ കാഞ്ചീപുരമാ. അത് കണ്ടപ്പോഴേ മനസ്സിലായി. നിനക്കെന്ത് മനസ്സിലായെന്നാ? വിവാഹ സാരി എവിടുന്ന് എടുത്തെന്ന് കൂട്ടുകാരോട് ചോദിച്ചാ ലച്ചു എന്ത് പറയും?
എന്റെ കുട്ടിക്ക് കള്ളം പറയാനാവില്ല. എന്താ ഇവിടെ ഇങ്ങോട്ട് മാറിക്കേ. എന്താ നോക്കാം അന്തോലി, അർജുൻ വിളിച്ചു വരുത്ത ഇയാളെ. ലച്ചുവിന് വിവാഹസാരിയായിട്ടാ ഇയാള് വന്നേ. 4 ആൾ അറിഞ്ഞാൽ മാനം പോവില്ലേ? എന്ത് പോക്കണം കേടാ നീ കാണിച്ചത്? ഡോ പെറുക്കി എടുത്തോണ്ട് പോടോ ഇതൊക്കെ. ഇവിടെ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. അമ്മേ, ഇതിന്റെ വില നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. എന്റെ വിലയാ നീ കളഞ്ഞത്. കല്യാണ സാരി സിറ്റി പോയി ഏറ്റവും വലിയ ഷോപ്പിൽ നിന്ന് എടുക്കാനാ ഞാൻ തീരുമാനിച്ചത്. നരേന്ദ്രന്റെ സമയം കാത്തിരിക്കാ ഞാൻ. അളിയ, അപ്പച്ചി പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇതുവരെ പാളിപ്പോകാതെ കാര്യങ്ങൾ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് അപ്പച്ചി ഒരാളുടെ ബുദ്ധിയാ. ഉം. അവനത് സമ്മതിക്കത്തില്ലല്ലോ. അമ്മയുടെ ബുദ്ധിയുടെ കാര്യത്തിലല്ല തർക്കം. വെറും ഒരു വഴിക്കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് ലച്ചുവിന് ഞാൻ വില കുറഞ്ഞ കല്യാണ സാരി വാങ്ങാൻ പോയെന്ന് പറഞ്ഞ അത് സമ്മതിച്ചറിയാൻ എനിക്ക് പറ്റില്ല. അളിയ, ലച്ചുവിന്റെ കല്യാണ സാരി അയാളെ കയ്യിൽ നിന്ന് വാങ്ങിയെന്ന് അയാൾ എല്ലാവരോടും പറയില്ലേ? ആ കനകന്റെ പരസ്യം പോലെ. പ്രത്യേകിച്ച് പെണ്ണിനെ കെട്ടിച്ചു വിടുന്നത് സിറ്റിയിലുള്ള കോടീശ്വരന്റെ വീട്ടിലേക്കാണെന്ന് നമ്മൾ പറഞ്ഞു പരത്തിയ സാഹചര്യത്തില് അതോടെ ഈ കല്യാണത്തിന് എന്തോ പൊരുത്തക്കേടുണ്ടെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർ ഊഹിക്കില്ലേ? എന്തിന് ശ്രീജയ്ക്ക് വരെ എങ്ങും തൊടാതെ ചില ചോദ്യങ്ങളും കുശുകുശുപ്പുണ്ട്. അവളുടെ വായ ഞാൻ അടപ്പിക്കുന്നുണ്ട്. നമുക്കിപ്പോ വേണ്ടത് ക്ഷമയാണ്. നീ ശ്രീജയെ തല്ലാനൊന്നും പോകരുത്. ഞാനൊന്നിനും പോകുന്നില്ല. പിന്നെ പുലിവാല് തീർന്നില്ല അപ്പച്ചി. പുറത്തിറങ്ങിയ നാട്ടുകാർക്ക് അറിയേണ്ടത് ലച്ചുവിന്റെ വിവാഹക്കാരിയാ. അതുമാത്രല്ല അളിയ, ഭാഗ്യമുള്ള പെണ്ണ് നാടുവിട്ട് പോകുന്നതിന്റെ വിഷമം ചില നാട്ടുകാർക്കുണ്ട്. ഇതിനിടയിൽ ചന്ദ്രൻപിള്ളിയും അയാളെ കൊണ്ട് പറ്റുന്നൊക്കെ ചെയ്യുന്നുമുണ്ട്. 18-ാം തീയതി ഇതിന്റെയൊക്കെ ഒരു കലാശക്കൊട്ട നടക്കാൻ പോന്നെ. പല കലാശക്കുട്ടികളും നമ്മൾ കണ്ടതല്ലേ അളിയ. ഇതും അങ്ങനെ കണ്ടാ മതി. ക്ഷണക്കത്തടിക്കാൻ അനിയൻകൂട്ടനെ ഏൽപ്പിച്ചോ? അവൻ മാറ്ററുമായിട്ട് പോയിട്ടുണ്ട്. പയ്യന്റെ പേര് വെച്ചത് ആ ഗ്രഹനിലയിൽ കണ്ട പോലെയല്ലേ? അതെ, സഞ്ജയെന്നോ സന്ദീപെന്നോ മറ്റോണ് പേര്. വിലാസം ഞാൻ ഉണ്ടാക്കിയതാ. ക്ഷേത്രത്തിൽ വെച്ച വല്ല വിഷയം ഉണ്ടായ ജാതകം കാണിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ടാ ഞാൻ പേര് മാറ്റാതിരുന്നേ. എല്ലാ ഭാഗവും ക്ലിയർ ചെയ്യണല്ലോ. അത് നന്നായി. ഒരു അസ്വാഭാവികതയും ആർക്കും തോന്നരുത്. ദേ, സംസാരമൊക്കെ മതി. നാട്ടുകാരെക്കാൾ പേടിക്കേണ്ടത് വീട്ടുകാരെയാ. ചുവരിന് പോലും കാതുണ്ട്. അളിയനിപ്പോഴും ധൈര്യം വന്നിട്ടില്ലല്ലേ? ധൈര്യക്കുറവൊന്നും അല്ലടാ. ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളല്ലേ ഞാൻ. എവിടെയെങ്കിലും ഒന്ന് ചീറ്റിപ്പോയാൽ നരേന്ദ്രൻ തീർന്നു. ഒന്നും സംഭവിക്കില്ല അളിയ. 18-ാം തീയതി ഈ സമയം അളിയന്റെ ഈ മുറിയില് ലച്ചു കാണും, അളിയന്റെ ഭാര്യയായിട്ട്. അല്ല പിന്നെ അളിയൻ കിടന്നോ. അപ്പൊ ഗുഡ് നൈറ്റ്. തന്നെ ഈ ലോകത്ത് മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്കറിയാം തനിക്ക് ശ്രീകുട്ടിയോടുള്ള സ്നേഹത്തിന്റെ ആഴം എത്ര വലുതാണെന്ന്. പക്ഷേ അവൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നില്ല. അവളെ ന്യായീകരിക്കണോ? നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്നതും പറയുന്നതും രണ്ടർത്ഥത്തിൽ ശരി തന്നെയാ. തന്റെ ഉള്ളിൽ ഒരു ഷോപ്പുണ്ട്. അത് തന്റെ ഏട്ടനുണ്ടാക്കിയതാ. അതിൽ നിന്നും താൻ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതിന്റെ തെളിവാ താൻ ശ്രീകുട്ടിയോട് കാണിക്കുന്ന ഈ ഓവർ കെയറിംഗ്. ഒരു പ്രേമബന്ധത്തിൽ ചെന്ന് ചാടാൻ ഞാൻ അവളെ അനുവദിക്കില്ല. അത് ഫെയിൽ ആവുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എവിടെ നിന്നോ വരുന്ന ഒരു പയ്യനും പെണ്ണും അവര് കണ്ടുമുട്ടുന്ന നിമിഷങ്ങളിൽ അനുഭവിക്കുന്ന ഹരം അത് പിന്നീടുണ്ടാവില്ലേ. ഒന്നിച്ച് ജീവിച്ചു തുടങ്ങുമ്പോഴേ പ്രശ്നങ്ങളൊക്കെ തലപൊക്കുക. എന്നിട്ട് തന്റെ ഏട്ടൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് ആ വീട്ടിലില്ലേ ഇപ്പോഴും? പക്ഷേ ഏട്ടൻ ജീവിച്ചിരിപ്പില്ലല്ലോ. പ്രേമമൂത്ത് ജാതകം നോക്കാതെ അവര് കെട്ടിയത്. അതുകൊണ്ട് ഒരാളുടെ ജീവൻ പോയി. അതുപോട്ടെ, ഇപ്പോഴും ശ്രീകുട്ടിയുടെ സഞ്ജുവിന്റെ വിവാഹകാര്യത്തിൽ പ്രഭ വ്യക്തമായൊരു മറുപടി പറഞ്ഞില്ലല്ലോ. നിന്റെ ഈ തീരുമാനം ഒരു എടുത്തുചാട്ടമായി പോയെന്നാ എന്റെ അഭിപ്രായം. സഞ്ജുവിനേക്കാളും നല്ലൊരു പയ്യൻ നമ്മുടെ മോക്ക് കിട്ടില്ലെന്നാ ഞാനും കരുതുന്നത്. പിന്നെന്തിനാ എടുത്തിയാട്ടെന്ന് പറയുന്നത്? അവിടെയാ നിന്റെ ചിന്താഗതിക്ക് തെറ്റുപറ്റിയത്. സഞ്ജുവിന്റെ മനസ്സിൽ ഏതെങ്കിലും പെൺകുട്ടി ഉണ്ടെങ്കിലോ? ഏയ്,
അവനങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാദ്യം അറിയുന്നത് കവിത തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാളില്ലെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. തന്റെ വിശ്വാസം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ മോടെ കാര്യം എടുക്കാം. എന്തിനാ താൻ അവളുടെ കാര്യത്തിൽ ഇത്ര ഉത്കണ്ഠപ്പെടുന്നത്? അവൾക്കൊരു അഫയർ ഉണ്ടെന്ന് സംശയിച്ചിട്ടല്ലേ? അവളുടെ വാക്കുകളിൽ നിന്ന് തന്നെ ഇന്നലെ നമുക്കത് വ്യക്തമായതുമാണ്. നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന കളിപ്പാട്ടമല്ല, അവളെ അറിയാവുന്ന ഒരാളെയാണ് അവൾക്ക് പങ്കാളിയായിട്ട് വേണ്ടതെന്ന്. അതിനർത്ഥം അവളുടെ മനസ്സിൽ ഒരാളുണ്ടെന്നല്ലേ? അതെനിക്ക് മുന്നേ അറിയാമായിരുന്നു. ഞാനത് ഉറപ്പിക്കുകയും ചെയ്തതാ. അറിഞ്ഞു വെച്ച് അവളെ എങ്ങനെ മറ്റൊരു വിവാഹത്തിന് സമ്മതിപ്പിക്കും? സമ്മതിപ്പിക്കും ഞാൻ അവളെ കൊണ്ട്. അവളുടെ കഴുത്തിൽ ഒരാൾ താലി ചാർത്തുവെങ്കിൽ അത് സഞ്ജു തന്നെ. രാജു, അമ്മ പറഞ്ഞത് നീ കാര്യാക്കണ്ട. നിന്നെ ഒരു ജോലിക്കാരനായിട്ട് ഞാനോ സഞ്ജുവോ കരുതിയിട്ടില്ല. അതോർത്ത് നീ സങ്കടപ്പെടണ്ട. എല്ലാം എന്റെ തെറ്റാ. മുത്തശ്ശിയുടെ മുന്നിൽ അഭിപ്രായം പറയാൻ ഞാൻ ആരും അല്ലെന്ന് സ്വയം അറിയണമായിരുന്നു. ആ നേരത്ത് ഞാൻ ചിലത് പറയാൻ തുടങ്ങിയതിന് കാരണമുണ്ടായിരുന്നു. എന്താ രാജു? ഈ വീട്ടിലുള്ളവർ ആഗ്രഹിക്കുന്ന പോലെ സഞ്ജുവും ശ്രീകുട്ടിയും തമ്മിലുള്ള വിവാഹം നടക്കില്ല ശ്രീദേവി അമ്മേ. അത് നിനക്കെങ്ങനെ പറയാനാവും? ഇന്ന് ടൗണിൽ വെച്ച് ഞാൻ സഞ്ജുവിനെ കാണുമ്പോ കാറിൽ അവന്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ ആരാണെന്ന് ഞാൻ ചോദിച്ചു. അവൻ വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടിയാണെന്ന് സഞ്ജു ഉറപ്പിച്ച് പറഞ്ഞു. ഈശ്വര, ഇനി അവൻ നിന്നെ പറ്റിക്കാൻ തമാശ പറഞ്ഞതാണെങ്കിലോ? അല്ല, അവര് തമ്മിൽ ഇഷ്ടത്തിലാ. ദൈവമേ, ഞാൻ എന്തേ കേൾക്കുന്നേ? ഇവിടെ എല്ലാവരും അവന്റെയും കാഞ്ചനയുടെയും മോളുടെയും വിവാഹ സ്വപ്നം കണ്ടിരിക്കുക. ശ്രീദേവിയമ്മ അത് തടയണം. സഞ്ജു ആ കുട്ടി നല്ല അടുപ്പത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. നീ എന്തൊക്കെയാ പറയുന്നേ? കാഞ്ചനയുടെ മോളുമായുള്ള ബന്ധത്തിന് ഞാൻ തടസ്സം പറയണമെന്നോ? ഞാൻ ചെയ്ത അപരാധമായി ഇന്ന് നിലനിൽക്കുന്നത് ഈ വീട്ടിലെ മൂത്ത മകന്റെ കൂടെ ഇറങ്ങി വന്നത്. ആ തെറ്റിന്റെ ശിക്ഷ ഇന്നും കണ്ണീരായി ഞാൻ അനുഭവിക്കുക. എന്റെ മകനും കൂടി അതേ തെറ്റ് ചെയ്യാൻ പാടില്ല. എല്ലാം നെഞ്ചിലൊതുക്കി ഞാൻ ജീവിക്കുന്നത് ഈ വീട്ടിലുള്ളവർ എന്റെ മോനെങ്കിലും അവരുടെ സ്വന്തമായി കരുതുന്നത് കൊണ്ടാ. ഇങ്ങനെ പോയാ ഒരു പൊട്ടിത്തെറിയിലെ എല്ലാം ചെന്നെത്തൂ. അച്ഛൻ ചെയ്ത തെറ്റുകൾ തന്നെയാണല്ലോ ദൈവമേ മകനും ചെയ്യാൻ പോകുന്നത്. എന്റെ സങ്കടം ഞാൻ ആരോട് പറയും? അമ്മാ, അമ്മാ, എന്തോ ഈ കിടന്ന് ബഹളം വെക്കുന്നേ? കൈ നോക്കി ലക്ഷണം പറയൂ അമ്മ. ഭൂതം ഭാവി വർത്തമാനം എല്ലാമേ പറയും. നിങ്ങളൊന്ന് പോയേ. ഇവിടെ ഭൂതവും ഭാവിയും വർത്തമാനം ഒന്നും കേൾക്കാൻ ആരുമില്ല. അയ്യോ അമ്മ, നില്ലമ്മ. അമ്മ സത്യം മാത്രമേ പറയൂ. പറയുന്നത് ശരിയല്ലെങ്കിൽ കാശ് തരണ്ട. ആളെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുക. നിങ്ങളൊന്ന് പോയേ. പോയല്ലേ പറഞ്ഞത്? അമ്മ ഉള്ളതുള്ളതുപോലെ പറയും. നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വന്തക്കാരെയും ബന്ധുക്കളെയും ഇവിടത്തെ അമ്മയ്ക്ക് തിരിച്ചു കിട്ടിയ സമയമായത് അല്ലേ? നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്? ഇവിടത്തെ അമ്മയ്ക്ക് ഒരേ ഒരു മകളാ. വലിയ പഠിപ്പ് കഴിഞ്ഞ് മകള് തിരിച്ചു വന്നിരിക്കുക. മകളുടെ വിവാഹം നടത്താനുള്ള ഒരുക്കത്തിലാ അമ്മ, ശരിയല്ലേ? നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്? കുഞ്ഞെ, ഇത് വലിയ തട്ടിപ്പാ. നിങ്ങളകത്തേക്കല്ലേ? എന്താഗ്രഹിച്ചാലും സാധിക്കാൻ കഴിവുള്ള കയ്യാ ഇത്. സ്നേഹം ഉള്ളി വയ്ക്കാനേ അറിയൂ, പുറത്ത് കാണിക്കാൻ അറിയില്ല. എനിക്കറിയേണ്ടത് എന്റെ മകളുടെ കാര്യം.
മകൾക്ക് വന്ന് നിൽക്കുന്നത് ഏറ്റവും നല്ലൊരു ആലോചനയാ. പെണ്ണും ചെക്കനും ശിവപാർവതിമാരുടെ പകർപ്പാ. പക്ഷേ അമ്മ, മകളുടെ കല്യാണം അമ്മ ആഗ്രഹിക്കുന്നത് പോലെ നടക്കാൻ കുറെ തടസ്സങ്ങൾ വന്ന് ഭവിക്കുന്നതായി കാണുന്നുണ്ട്. തടസ്സങ്ങളോ? എന്ത് തടസ്സം? അതെന്താണെന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ലമ്മ. ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്യാനുണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. തടസ്സം ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതെന്താണെന്ന് കൂടി പറയണം. അതിന് കഴിയില്ലെങ്കിൽ ഇത്തരം തട്ടിപ്പോയിട്ട് ഇങ്ങോട്ട് ഇറങ്ങരുത്, ഇറങ്ങിപ്പോയിക്കോണം. മോളെ, വാതിൽ തുറക്ക്. വാതിൽ തുറക്ക് മോളെ. അച്ഛനാ പറയുന്നത്. മോളെ, ഉപദേശിക്കാനാണ് അച്ഛൻ വന്നതെങ്കിൽ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. ഇന്ന് വരെ എന്തെങ്കിലും കാര്യം നിന്നെ അച്ഛൻ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്നെ എന്റെ അച്ഛനെ നന്നായിട്ട് അറിയാന്നാ ഞാനും കരുതി. അതിലൊരു മാറ്റമില്ല മോളെ. എന്നിട്ടാണോ ഞാൻ ഇന്നേ വരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളുമായി എന്റെ വിവാഹം തീരുമാനിച്ചേ? അതിൽ അച്ഛന് ഒരു പങ്കുമില്ലാന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. അവിടെയാ എന്റെ മോൾ അച്ഛനെ മനസ്സിലാക്കാതെ പോയത്. നിന്റെ അമ്മയുടെ തീരുമാനത്തിന് ഞാൻ വഴങ്ങിക്കൊടുത്തു എന്നാണോ നീ വിചാരിച്ചത്? കാഞ്ചനയുടെ തീരുമാനം ശരിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. നിന്റെ അമ്മ നിനക്ക് വേണ്ടി കണ്ടെത്തിയ പയ്യൻ എന്റെയും മനസ്സ് കവർന്നവനാ. ആ കുടുംബത്തുള്ളവരെല്ലാം ഒരേ മനസ്സോട് അവനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവൻ അത്രയ്ക്ക് നന്മയുണ്ടെന്ന് വ്യക്തമല്ലേ? ഒരു ചെറുപ്പക്കാരനിലും കാണാൻ കഴിയാത്ത അവന്റെ വിനയവും എളിമയുമാണ് എന്നെ അവനിലേക്ക് ആകർഷിച്ചത്. നിനക്ക് അവൻ അനുയോജ്യനാണെന്ന് അച്ഛനും തോന്നി. നീ അവനെ ഒരു തവണയെങ്കിലും ഒന്ന് കാണും, പിന്നെ മോൾ അവനെ വേണ്ടെന്ന് പറയില്ല. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവനെ കാണാൻ പോലും ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ പറ, നീ വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ഞാനൊരാളെ കഴിഞ്ഞ 2 വർഷമായി സ്നേഹിക്കുന്നുണ്ട്. ആരാവൻ? പേടിച്ചു പോയോ? അടങ്ങി നിക്ക് പെണ്ണേ. നോക്ക്, ഞാൻ മനസ്സ് വെച്ചിട്ടാ നിന്റെ ഈ കല്യാണം ഇപ്പൊ നടക്കാൻ പോന്നെ. ഞാൻ വേണ്ടെന്ന് തീരുമാനിച്ചാ നീ ഇവിടെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. എന്നാ വിളിക്കടി. എന്റെ കല്യാണ ചെലവ് മുഴുവൻ എന്റെ കാശാ, അല്ലാതെ ഈ വീട്ടുകാർ നിനക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. എന്നോട് ഇങ്ങനെയൊക്കെ? നിന്നെ പിടിച്ച് തിന്നാനും നല്ലടി ഞാൻ വന്നേ. നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ഞാൻ ഈ കല്യാണത്തിന് മുന്നിട്ടിറങ്ങിയത്, അല്ലാതെ നീ എനിക്കെന്താ? കല്യാണത്തിന് മുമ്പ് നിനക്ക് എന്നോടൊരു അടുപ്പുണ്ടായിക്കോട്ടെ എന്ന് വെച്ചത് തെറ്റായിപ്പോയോ? നരേന്ദ്ര, നീ എന്താ ഇവിടെ? അതിന് കല്യാണമൊക്കെ വരില്ലേ, അവൾക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടോ ചോദിക്കുമായിരുന്നു. നരേന്ദ്രൻ ചെയ്തു തന്ന സഹായം മാത്രം മതി. നീ മുറിന്ന് പുറത്തു പോകാൻ. ഓ, എനിക്കിതന്നെ വേണം. മുത്തശ്ശി, മുത്തശ്ശി, എനിക്ക് മനസ്സിലായി മോളെ. കല്യാണത്തിന്റെ പേരും പറഞ്ഞ് അവൻ മുതലെടുപ്പും തുടങ്ങി. എങ്ങനെ മനസ്സ് വന്നവന്? അവന്റെ കൺമുമ്പിൽ വളർന്ന കുട്ടിയോട് കരയല്ലേ? എന്റെ പൊന്നുമോള് കരയല്ലേ? ഇതിവിടെ ആരും അറിയാതിരിക്കുന്നതാ നല്ലത്. ഇനി നിന്നെ ഇവിടെ നിർത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. അവന്റെ ഉള്ളിലെ ചെന്നായി പുറത്തു വന്നു. കല്യാണം ഒന്ന് കഴിയുന്നവരെ മോള് പിടിച്ചു നിൽക്കണം.
സ്വാതിയാണല്ലോ. ഹലോ സ്വാതി. സഞ്ജു ഇത് എവിടെയായിരുന്നു? എത്ര നേരം കൊണ്ട് ഞാൻ കിടന്ന് വിളിക്കുവാ. ബാത്റൂമിലായിരുന്നോ? പറ, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷമാണ് എനിക്ക് പറയാനുള്ളത്. വീട്ടുകാരെന്റെ വിവാഹം ഉറപ്പിച്ചു. അതും ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത എന്നെ മുറച്ചക്കനുമായിട്ട്. ഇത്ര പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായോ? ഞാനിത് ഏത് നേരവും പ്രതീക്ഷിച്ചായിരുന്നു സഞ്ജു. അമ്മയാണെങ്കിൽ ഇതിന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നവുമില്ല. താൻ ടെൻഷൻ ഒന്നും ആവണ്ട. ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഉടനെ തന്നെ എനിക്ക് നിന്നെ കാണണം. ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം. ശരി. ആ ഡേസി, അതിനെന്താ ഡേസി? ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുവല്ലേ. നീ വാ, നമുക്ക് പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാം ഡേസി. നീ എവിടെയാ പോകുന്നത്? എന്നെ റൂമിൽ അടച്ചിടാനാണോ ഉദ്ദേശം? അതിന്റെ ആവശ്യം എനിക്കില്ല. പക്ഷേ ഇപ്പൊ നിന്നെ ഞാൻ പുറത്തേക്ക് വിടാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഞാനിപ്പോ ക്ഷേത്രത്തിലേക്ക് പോവാ. എന്റെ കൂടെ നീയും ഉണ്ടാവണം. അമ്മേ, കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ട. പെട്ടെന്ന് റെഡിയായി താഴേക്ക് വാ. ഹലോ ഹലോ സ്വാതി. കേട്ടല്ലോ, എന്റെ അമ്മയുടെ കൽപ്പന കേട്ടല്ലോ. വല്ല വിലയും എനിക്ക് കൽപ്പിക്കുന്നുണ്ടോ? സഞ്ജു തന്നെ പറ. താൻ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ടോ? കൂടെ പോയേ പറ്റൂ സഞ്ജു. നീ അങ്ങോട്ടേക്ക് വാ. ഏത് ക്ഷേത്രത്തിലേക്കാ പോകുന്നതെന്നറിയാവോ? പഴഞ്ചിറ ദേവി ക്ഷേത്രം. ആ ശരി, ഞാനെത്താ. എല്ലാരും ഉണ്ടല്ലോ. എല്ലാരും എന്തോ വലിയ ആലോചനയിലാണെന്ന് തോന്നല്ലോ. ആ, മുത്തച്ഛനെവിടെ? അച്ഛൻ രാവിലെ പുറത്തു പോയതാ. എന്താ പച്ചി, എന്തോ കാര്യമുണ്ടല്ലോ. അത് നിന്റെ മുത്തശ്ശി പറയാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മുത്തശ്ശി മടിക്കാതെ പറ. എന്താണെങ്കിലും ഞാൻ സാധിച്ചിട്ടില്ലേ. പറയും മുത്തശ്ശി. അമ്മായി പറയുന്നു അതോ ഞാൻ പറയണോ? ദിനേശേട്ടനൊന്നും മിണ്ടാതെ നിൽക്കേ. ഇവിടെ കാര്യങ്ങൾ സംസാരിക്കാൻ അമ്മയുണ്ട്. ഓ, മോനെ, കാഞ്ചനയുമായിട്ടുള്ള ബന്ധം ഇനി ഒരിക്കലും നഷ്ടപ്പെടരുത്. ഇനി അങ്ങനെ സംഭവിക്കില്ല മുത്തശ്ശി. പിന്നെ ഒരു റെസ്റ്റോറന്റിൽ വെച്ച് ഞാൻ വല്യപ്പച്ചൻ പ്രഭാകരനെയും കണ്ടിരുന്നു. ആണോ? രണ്ടുപേരും നല്ല സന്തോഷത്തില്. എത്ര സ്നേഹത്തോടെയാ സംസാരിച്ചെന്നറിയോ? അവരുടെ ആ സന്തോഷം നിലനിൽക്കാനും പിന്നെ മുത്തശ്ശിയുടെ ഒരു ആഗ്രഹമാണെന്ന് കൂട്ടിക്കോ. മോനത് സാധിച്ചു തരണം. കാഞ്ചനയുടെ മകൾ ശ്രീകുട്ടിയെ മോൻ താലി കെട്ടി ഈ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അതെ സഞ്ജു, അമ്മ മാത്രമല്ല ഈ വീട് മുഴുവൻ അത് ആഗ്രഹിക്കുന്നുണ്ട്. വലിയച്ഛ എങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞത്? അമ്മയാണെങ്കിൽ വലിയച്ഛയ്ക്ക് വാക്കും കൊടുത്തു. ശ്രീകുട്ടിക്കാണെങ്കിൽ 100 വട്ടം സമ്മതം. ആ പ്രസിഡന്റ് ആയിരുന്നു. പ്രസിഡന്റ് എന്താ അമ്പലത്തിലേക്കൊക്കെ? ചന്ദ്രൻപള്ളി ഒന്ന് കാണാൻ തന്നെ. എന്റെ പെങ്ങളുടെ കല്യാണം ക്ഷണിക്കാണ് ഞങ്ങൾ വന്നത്. ഓഹോ, അവരുടെ കല്യാണമൊക്കെ ആയോ? ചന്ദ്രൻപിള്ള അന്ന് പെണ്ണു ചോദിക്കാൻ വന്നപ്പോ പറഞ്ഞതല്ലേ, ഈ മാസം 19-ാം തീയതി നമ്മുടെ ക്ഷേത്രത്തിൽ വെച്ച വിവാഹം. മുഹൂർത്തം 11:30. ചന്ദ്രൻപിള്ള പങ്കെടുക്കണം. എന്നാൽ കഴിയുന്ന എന്ത് സഹായത്തിനും ഞാനുണ്ടാകും. അല്ല, ക്ഷണക്കത്തൊന്നുമില്ലേ? അടിച്ചു കിട്ടിയ ലെറ്ററൊക്കെ തീർന്നുപോയി. വീണ്ടും ലെറ്റർ അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. ചന്ദ്രൻപിള്ളയെ നേരിൽ കണ്ട നിലയ്ക്ക് ക്ഷണിക്കാമെന്ന് കരുതി നിന്നതാ. പിന്നെ അടുത്ത ആളുകൾക്ക് കുറി കൊടുത്ത് വിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത് ശരിയാ. ശരി അളിവാ, എന്നാലേ ശരി. ശരി. കല്യാണക്കുറി തീർന്നു പറഞ്ഞ് വെറുതെ. ചന്ദ്രൻപിള്ള മെമ്പർക്ക് ക്ഷണക്കത്ത് മനഃപൂർവ്വം തരാത്തതാ. കുറച്ചു മുമ്പ് അനിയൻ തമ്പി എനിക്ക് തന്നതാ. ഒരു കെട്ട് കല്യാണക്കുറി അവന്റെ കൈയിരിക്കണ ഞാൻ കണ്ടതാ. അതിങ്ങെടുക്കട നോക്ക്. അപ്പോ കല്യാണക്കുറി ഞാൻ കാണരുത്. ആ, അതിലെന്തോ കള്ളക്കളി ഉണ്ടല്ലോടാ. ശരിയാ. മെമ്പറെ, പയ്യന്റെ വീട്ടിൽ നിന്ന് ആരും വന്ന് പെണ്ണ് കണ്ടതായിട്ട് നാട്ടുകാർക്ക് അറിയില്ല. അല്ലേ തന്നെ സിറ്റിന്ന് ഇവിടെ ആര് പെണ്ണാണ് വരാനാ? അന്ന് തച്ചിലേടത്ത് പെണ്ണ് ചോദിച്ചു ചെന്നപ്പോ തന്നെ എനിക്ക് ചില സംശയങ്ങൾ തോന്നിയതാ. ഇതുകൂടെ ആയപ്പോ എനിക്ക് ഉറപ്പായി. പയ്യന്റെ പേര് സഞ്ജയ്. ഫോട്ടോയും വിലാസമൊക്കെ ഉണ്ട്. എന്റെ സ്വാധീനം വെച്ച് ഈ പയ്യനെ കണ്ടുപിടിക്കാൻ എനിക്ക് ഒരു പ്രയാസവും ഇല്ല. പിന്നല്ലാതെ
എങ്കിൽ ഈ പയ്യനെ കണ്ടുപിടിച്ചിട്ട് ചന്ദ്രൻപിള്ളയ്ക്ക് ഇനി വിശ്രമമുള്ളൂ. അയാളൊരു ചിരി കണ്ടില്ലേ? അയാളെ ക്ഷണിക്കാൻ പാടില്ലെന്ന് അളിയനോട് ഞാൻ പറഞ്ഞല്ലേ. ചടങ്ങ് നടക്കുമ്പം അയാൾ അവിടെ ഉണ്ടാവണം. എന്റെ കല്യാണത്തിന്റെ പേരിൽ നാളെ അയാൾ ഒരു അപവാദം പറയരുത്. വാടാ. അവൻ വരുന്നുണ്ട്. ആരും ഒന്നും സംസാരിക്കേണ്ടെന്നാ എന്റെ അഭിപ്രായം. സഞ്ജു, നിന്റെ ഏത് കാര്യത്തിനും ഈ അപ്പച്ചി കൂടെ നിന്നവളാ. ആ ബഹുമാനം വെച്ച് പറയുക, നിങ്ങൾ നിശ്ചയിച്ച കല്യാണത്തിൽ നിന്ന് എന്നെ ഒന്ന് ഒഴിവാക്കി തരണം. നിർബന്ധിച്ച് നടത്തി കൊടുക്കേണ്ടതല്ല വിവാഹം. രണ്ട് മനസ്സുകളുടെ ചേർച്ചയാണ് കല്യാണത്തിന് വേണ്ടത്. ഉപദേശിക്കാൻ യോഗ്യതയുള്ള ആള് തന്നെ. നാവടക്കി നിക്കടി. ഇവന് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ എന്തിനാ ഇവനെ നിർബന്ധിക്കുന്നത്? എന്താ ശ്രീകുട്ടിക്ക് വരെ പയ്യനെ കിട്ടില്ലേ? ദിനേശൻ അങ്ങനെ എന്ത് നിലപാടും എടുക്കാം. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം വിരോധമെല്ലാം മറന്ന് വെള്ളിയച്ചി ഈ വീട്ടിലേക്ക് വീണ്ടും വന്നതാ. പിന്നെ ഇങ്ങനൊരു കല്യാണത്തിന് താല്പര്യം കാണിച്ചതും കൂടിയാ. അതൊക്കെ അമ്മയുടെ വാക്കിനപ്പുറം സഞ്ജുവിന് മറ്റൊന്നും ഇല്ല എന്നുള്ളൊരു വിശ്വാസത്തിലും കൂടിയാ. സഞ്ജു ശ്രീകുട്ടിയെ പെണ്ണ് കാണാൻ ചെല്ലുന്ന ദിവസവും കാത്തിരിക്കുക വെള്ളിയച്ചി അവിടെ. ഇനി ഞങ്ങൾ വെള്ളിയച്ചിയോട് ശ്രീകുട്ടിയോടും എന്ത് മറുപടിയാ പറയേണ്ടത്? വെള്ളിയച്ചി ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ അമ്മ എന്തുമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഞങ്ങൾ എന്തുമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഈ വാർത്ത വെള്ളിയച്ചിയുടെ കാതിലെത്തിയാ പിന്നെ അതേ ഉണ്ടാവൂ. മുമ്പത്തെക്കാൾ ശത്രുതയായിരിക്കും പിന്നെ അങ്ങോട്ട്. അതെങ്കിലും ദിനേശൻ ഈ പറയുന്നതിന് മുന്നേ ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കും. അതിന് ഞാൻ എന്റെ ജീവിതം ബലി കഴിക്കണോ? എടാ, നിനക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിനെക്കാട്ടിലും എത്രയോ നല്ല പെൺകുട്ടിയാണ് ശ്രീകുട്ടി. നീ ഒന്ന് ആദ്യം അവളെ കണ്ടു നോക്ക്. നിന്റെ ഈ മനോഭാവം തന്നെ ചിലപ്പം മാറും. അർജുനായിട്ട് എന്തെടുക്കുക? അവിടെ ഇതൊരു ആഘോഷം തീർന്നില്ലേ? ഒരു നല്ല കാര്യം നടക്കുമ്പോ അവള് കാണിച്ച ശരിയാണോ? ഹാ, നീ അത് വിടുമോനെ. ശ്രീജ മുഖവും വെപ്പിച്ച് നടക്കുന്നത് ലച്ചു ഇവിടുന്ന് പോയ പണികളെല്ലാം അവള് തനിച്ച് ചെയ്യണോന്ന് കരുതിയ. ലച്ചു ഇവിടുന്ന് പോകില്ലെന്ന് അവക്കറിയില്ലല്ലോ. ശ്രീജയിൽ നിന്ന് ഈ രഹസ്യം മറിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അളിയൻ അവളെ ശരിക്കും അറിയാഞ്ഞിട്ടാ. ഇങ്ങനൊരു രഹസ്യം അവളുടെ മനസ്സിൽ ഇരിക്കില്ല അളിയ. അവളുടെ വായിന്ന് പുറത്തു പോകുന്നുള്ള കാര്യം ഉറപ്പാ. പിന്നെ അത് അറിയാൻ പോകുന്നത് മുത്തശ്ശിയ. അതോടെ നമ്മളെ പ്ലാൻ മുഴുവൻ തീർന്നില്ലേ? ഇതുവരെ ശ്രീജ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇനിയും അങ്ങനെ പോയാ മതി. ഇല്ലാത്ത പയ്യനെ വെച്ച് കല്യാണം ഉറപ്പിച്ചതും നരേന്ദ്രൻ ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടുന്നതും നമ്മൾ നടത്തിയ നാടകമാണെന്ന് ശ്രീജ ഒരു കാലത്തും അറിയരുത്. അപ്പൊ ഇതൊക്കെ ആയിരുന്നല്ലേ ഇവരുടെ മനസ്സില്. അതാ ലക്ഷ്മിയുടെ അടുത്ത് നരേന്ദ്രേട്ടന് ഇത്രയും സ്നേഹം. ശരിയാക്കി തരാം. എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്യണം. ഒളിഞ്ഞു നിന്നെല്ലാം കേക്കായിരുന്നല്ലേടി? അമ്മ എന്തായി പറയുന്നേ? ഞാനൊന്നും കേട്ടില്ല. എന്താ എന്താ അമ്മേ? എടാ, ഇവളിവിടെ ഒളിഞ്ഞു നിന്ന് കേക്കായിരുന്നടാ. നീ ഇനി ജീവനോട് വേണ്ടടി. വിടടാ അങ്ങോട്ട്. അവളെ വിടടാ. വിടാനല്ലേ കൊല്ല്, എന്നെ കൊല്ല്. നിങ്ങളുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ജീവിക്കണം. ഈ വീട്ടിൽ ഒരു സ്ഥാനവും ഇല്ലാതെ കൊല്ല്, എന്നെ അങ്ങ് കൊല്ല്. അതെടി കൊല്ലടി. നീ അകത്ത് കയറിപ്പോ. എല്ലാം ഒളിച്ചെന്ന് കേട്ടിന്റെ അഹങ്കാരം ഇവളെ കാണിക്കുന്നേ. ഇവള് വെറുതെ വിടാൻ പാടില്ല. പോകാനല്ലേ പറഞ്ഞത്? പോടാ. നരേന്ദ്രൻ ചെല്ല്, ഞാൻ അവളോട് സംസാരിച്ചോളാം. നീ എല്ലാം കേട്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത നിലയ്ക്ക് കേട്ടില്ലെന്ന് ഞാനെന്തിനു പറയണം? ലച്ചുവിനെ കെട്ടാൻ പോകുന്നത് നരേന്ദ്രേട്ടനാണല്ലേ? ഞാനിത് ആരോടും പറയാനൊന്നും പോകുന്നില്ല. അവൾ ഇവിടെ നിന്ന് എങ്ങും പോവാതിരിക്കുന്നതാ എനിക്ക് സന്തോഷം. ഇനി ഞാൻ ഈ കല്യാണത്തെ കാണാൻ പോകുന്നത് നരേന്ദ്രേട്ടന്റെ കല്യാണമായിട്ടാ. അതിന് ഒഴിഞ്ഞ കൈകളോട്ട് പോവാൻ എനിക്കൊരു നാണക്കേടുണ്ടെന്ന് മാത്രം.
ആ നാണക്കേട് നരേന്ദ്രേട്ടനുണ്ടാവും. വലിയ കുടുംബാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? മരുമക്കൾ ഇപ്പോഴും ദാരിദ്ര്യത്തിൽ തന്നെയാ. ഇനി ഇതിന്റെ ഒരു കുറവ് നിനക്ക് വേണ്ട. നീ ഇതെടുത്തു. മോളെ ഒന്ന് കാണണമെന്ന് മുത്തശ്ശൻ എന്നേ ആഗ്രഹിച്ചതാ. അതല്ലേ ഞാൻ വന്നേ. എനിക്കിത് നല്ലൊരു തുടക്കമാ. മുത്തശ്ശന്റെ അനുഗ്രഹം വേണം. എന്നും എന്റെ അനുഗ്രഹം മോൾക്കുണ്ടാവും. മോൾക്ക് നിന്റെ മുറച്ചെറുക്കന്റെ ഫോട്ടോ കാണണ്ടേ? ഇവനാ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത്. കല്യാണം കഴിക്കാനോ? ആരെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഹലോ സ്വാതി, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇനി നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് സൈൻ ചെയ്താൽ മാത്രം മതി. അതിനെന്താ, ഞാൻ വരാം. ഇപ്പൊ തറവാട്ടില്ല. ഈ നിമിഷം ഇവിടുന്ന് ഉടനെ ഇറങ്ങാം. ശരി, നീ ബേക്കറി ജംഗ്ഷനിൽ എത്തിയാൽ മതി. 1/2 മണിക്കൂറിനുള്ളിൽ ഞാനും ഫ്രണ്ട്സ് അവിടെ എത്തും. ശരി, ഞാനും കൂടെ ഗ്രീഷ്മ ഉണ്ടാവും. ശരി. ശ്രീകുട്ടി, എന്ത് തോന്നിയ സ്വടി നീ പറഞ്ഞത്? നീ എന്താ എന്റെ വീട്ടുകാരെ അപമാനിക്കണം? മുത്തശ്ശൻ എന്നോട് ക്ഷമിക്കണം. എന്റെ അഭിപ്രായത്തിന് ഒരു വിലയും തരാതെയാ അമ്മ ഇങ്ങനൊരു തീരുമാനം എടുത്തേ. ഞാൻ മറ്റൊരാളെ കഴിഞ്ഞ 2 വർഷമായി സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ബന്ധത്തിന് കഴിയില്ല. മുറച്ചക്കനോട് ഇക്കാര്യം നേരിട്ട് കണ്ട് പറയാനാ ഞാൻ വന്നേ. തൊട്ടുപോകരുതവളെ. ശ്രീകുട്ടിക്ക് അവളുടേതായ അഭിപ്രായമുണ്ട്. അത് കേൾക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. അവൾ പറയട്ടെ. എന്റെ കൊച്ചുമോൾ എന്താഗ്രഹിക്കുന്നോ അതുപോലെ ഞാൻ നടത്തും. മോള് പറ. മുത്തശ്ശ, ഒന്നിച്ച് ജീവിക്കാൻ ഞങ്ങൾ എന്നേ തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളുമായി എനിക്കൊരു ജീവിതം അമ്മ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ മുത്തശ്ശി? ഉണ്ടോ മുത്തശ്ശ? ഇല്ല മോളെ. അവരവരുടെ ജീവിതം തീരുമാനിക്കാൻ പ്രായപൂർത്തിയായ ഏതൊരാൾക്കും അവകാശമുണ്ട്. അച്ഛാ, ഇവിടെ നിനക്ക് അഭിപ്രായം പറയാനുള്ള അവകാശമില്ല കാഞ്ചനെ. നിന്റെ മകൾ വളർന്നു കഴിഞ്ഞു. ഞാൻ പോവുക. എല്ലാരും എന്നോട് ക്ഷമിക്കണം. അച്ഛാ, എനിക്കിനി ഇവിടെ നിൽക്കാനാവില്ല. ഇവിടെ വീടമ്മേ. എന്താ ഇവിടെ സംഭവിച്ചത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കുട്ടികൾ നമ്മളെ കളിപ്പിക്കുന്നതാണോ? ഇവിടെ സംഭവിച്ചത് ദൈവനിശ്ചയമാവോ സുമതി? അല്ലേ പ്രഭേ? അതെ. നമ്മൾ അവരെ ഒന്നിപ്പിക്കാൻ നോക്കിയപ്പോ ദൈവം അവരെ നേരത്തെ കൂട്ടിച്ചേർത്തു. എനിക്കിത് ആശ്ചര്യം തന്നെയാ. പരസ്പരം ആരാണെന്ന് അറിയാതിരുന്നിട്ട് കൂടി അവർ തമ്മിൽ അടുത്തു. അച്ഛാ, അച്ഛൻ പറഞ്ഞത് സത്യ. ദൈവം അത് നേരത്തെ നിശ്ചയിച്ചു. ഇപ്പൊ മനസ്സിലായില്ലേ നമ്മുടെ മോള് സ്നേഹിച്ചവന് വേണ്ടി വാശി പിടിച്ചത് എന്തിനാണെന്ന്? അവള് നമ്മളെ നിരാശപ്പെടുത്തിയില്ല. ഈ കുടുംബത്തെ ബാധിച്ച വലിയൊരു വിപത്താ ഒഴിഞ്ഞു പോയത്. പിന്നെ നിങ്ങൾക്കുണ്ടായ അതേ അനുഭവം ഞങ്ങൾക്കുണ്ടായി. അത് ശ്രീകുട്ടി സ്വാതിയാണെന്ന് സഞ്ജുവിന് അറിയില്ലായിരുന്നല്ലോ. അതുകൊണ്ട് ശ്രീകുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിണങ്ങി നടക്കുമായിരുന്നു സഞ്ജു. ഞങ്ങളിത് ഇതുവരെ മറച്ചു വെക്കുമായിരുന്നു. അയ്യോ എന്റെ ദൈവമേ, ശ്രീകുട്ടിയുടെ ശരിക്കുള്ള പേര് സ്വാതി എന്ന് അറിയുന്ന ഇപ്പോഴല്ലേ? അവളുടെ പേര് സ്വാതി എന്നാണെന്ന് നിനക്കറിയില്ലേ കവിതേ? ഇല്ല, എങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു. രണ്ടും കൂടി എവിടേക്കാ ഓടിയത്? ഒന്നിച്ചൊന്ന് കാണാനുള്ള സമയം പോലും കിട്ടിയില്ല. നമ്മളെക്കാൾ അത്ഭുതവും ആഹ്ലാദവും ഒക്കെ അവർക്കല്ലേ. അവരത് ആഘോഷിക്കട്ടെ. എന്റെ കൃഷ്ണ, അവിടെ നീ കുടുംബത്തെ രക്ഷിച്ചു.
എന്റെ അമ്മയെ ഞാൻ കുറ്റം പറയില്ല. ഈ മുറച്ചെക്കനെ മകൾക്ക് സമ്മാനിക്കാൻ അമ്മ ആഗ്രഹിച്ച തെറ്റാണോ? ആ അല്ല, നിനക്ക് ശ്രീകുട്ടി എന്ന പേരുള്ള കാര്യം ഒരിക്കൽ പോലും നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. എനിക്കിഷ്ടം സ്വാതി എന്നുള്ള പേരാ. വീട്ടിൽ വിളിക്കുന്ന പേര് പുറത്ത് നമ്മൾ പറയൂ സഞ്ജു? അല്ല, എന്റെ പേര് തന്റെ അച്ഛനും അമ്മയെ പറഞ്ഞില്ലേ? പേര് കേട്ട ഒരു കൗതുകമൊക്കെ തോന്നേണ്ടാണല്ലോ. അമ്മയ്ക്കെപ്പോഴും മുറച്ചെറുക്കൻ എന്നുള്ള പല്ലവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കേൾക്കാൻ ഞാൻ സമയവും കൊടുത്തിട്ടില്ല. നമ്മൾ പേടിച്ച് നടന്നവർ സത്യത്തിൽ നമ്മൾ ഒന്നിപ്പിക്കാനാ ശ്രമിച്ചത്. ഇനിയെങ്കിലും ആ സത്യം അറിയാതിരുന്നെങ്കിലോ? എങ്കിൽ ഇന്ന് നമ്മുടെ രജിസ്റ്റർ മാരേജും കഴിഞ്ഞ് ഈ സമയം നമ്മൾ ഫസ്റ്റ് നൈറ്റിന്റെ മൂഡിലെത്തിയനെ. ഭർത്താവ് മരിച്ച ശ്രീദേവി താലിയിട്ട് നടക്കുന്നത് കണ്ട ആൾക്കാർ എന്നോട് പറഞ്ഞത്. എന്താ മോളെ? നിങ്ങളെ പറ്റി അമ്മ പറഞ്ഞ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. മോളെ, എന്റെ അമ്മ വർഷങ്ങൾക്ക് മുമ്പ് ഈ വീട് വിട്ടു പോവാൻ കാരണക്കാരി നിങ്ങളാണെന്നറിയാം. അയ്യോ മോളെ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാം സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിച്ചു പോയതാ. പഴയ കഥകളൊന്നും മോള് സഞ്ജുവിനോട് പറയരുത്. അവനോട് അതേപ്പറ്റി ആരും സംസാരിക്കാറില്ല. അതുകൊണ്ട് അവൻ അതേപ്പറ്റി ഒന്നും അറിയേയില്ല. ഭർത്താവ് മരിച്ചിട്ട് നിങ്ങള് കഴുത്തിൽ താലിയും അണിഞ്ഞു നടക്കുവാണെന്ന് ഞാൻ കേട്ടിരുന്നു. അത് നുണയാന്നാ വിചാരിച്ച. ആരെയും കാണിക്കാനല്ല മോളെ. എന്റെ ഭർത്താവ് ഇപ്പോഴും എന്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാ ഞാൻ ഈ താലി അഴിക്കാതെ അണിഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ജീവിക്കുന്നതും ആ ഒരു വിശ്വാസത്തിലാ. മോള് ചെല്ല്. ഒന്ന് കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. അമ്മയിൽ നിന്ന് പലപ്പോഴായി കേൾക്കുന്ന കാര്യം അവള് ചോദിച്ചു. സാരല്ല, എന്റെ മോന്റെ സന്തോഷത്തെക്കാൾ വലുതായി എനിക്ക് വേറെന്താ ഉള്ളത്? ഇത് നമ്മുടെ ലച്ചു തന്നെയാണോ? കല്യാണ പെണ്ണിന്റെ നാണം കണ്ടില്ലേ? ലച്ചു ഇവിടുന്ന് പോയാ ഈ നാടിന്റെ ഭാഗ്യം കൂടിയാ പോകുന്നേ. നല്ല കാര്യായി. എന്റെ കുട്ടിക്കൊരു ജീവിതം വേണ്ടേ? അവള് നാട്ടുകാരെ സന്തോഷിപ്പിച്ച് നടന്നാ മതിയോ? ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. സ്വീകരണത്തിന് സമയമായ അന്തോലി. പയ്യനും കൂട്ടരും എത്തിയിട്ടില്ല മുത്തശ്ശി. അവർക്ക് ഈ സ്ഥലമൊക്കെ അറിയാമോ? ഓ, ഈ മുത്തശ്ശിയുടെ ഓരോ ചോദ്യങ്ങളെ. പയ്യനും കൂട്ടരും യാത്രയിലാവും. അവരെവിടെ എത്തിയെന്നേ ഞാൻ അർജുനോട് ചോദിച്ചിട്ട് വരാം. ആ, ഒരു പയ്യനും ലച്ചുവിനെ കെട്ടാൻ വരാൻ പോകുന്നില്ല. കുഞ്ഞുട്ടാ, നീ എന്തായി പറയുന്നേ? സത്യ മുത്തശ്ശി, ലച്ചുവിനെ കല്യാണം കഴിക്കാൻ പോകുന്നത് നരേന്ദ്രളിയന. അമ്മയും അർജുനേട്ടനും നരേന്ദ്രളിയനും ചേർന്ന് നടത്തുന്ന നാടകമായത്. വെറും നാടകം. അപ്പോ പയ്യൻ അതേതോ സിനിമ നടന്റെ ഫോട്ടോയെ മുത്തശ്ശി. അങ്ങനെ ഒരാൾ വരാനില്ല.
അവര് കല്യാണത്തിൽ നിന്ന് പിന്മാറിയെന്ന്. വിടില്ല ഞാൻ അവരെ. കല്യാണത്തിൽ നിന്ന് പിന്മാറിയെന്നു? നീ എന്താണ് ഈ പറയുന്നത്? പിന്മാറാൻ കാരണം എന്താ? ഒരു കാര്യമില്ലാതെ അങ്ങനെ പറയാൻ പറ്റൂ? അതന്നെ ചോദിക്കാൻ ഇവിടെ ആളുണ്ട്. എന്താ അയാള് പറഞ്ഞേ? അത് ഇവിടുന്ന് ആരോ അവിടെ വിളിച്ച് ഒരു വിവരം പറഞ്ഞിരിക്കുന്നു. എന്ത് വിവരം? അവര് കരുതിയത് ലക്ഷ്മി എന്റെ സ്വന്തം അനുജത്തിയാണെന്നാ. രാവിലെ ആരോ അവരെ അറിയിച്ചത് അച്ഛന് മറ്റേതോ സ്ത്രീയിൽ ഉണ്ടായതാ നമ്മുടെ ലക്ഷ്മി എന്നാ. അളിയ, ആരോ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. നമ്മള് രഹസ്യമായിട്ട് വെച്ച സത്യം അവരറിഞ്ഞു. ലക്ഷ്മി അവിഹിത സന്തതിയാണെന്ന് അറിഞ്ഞിട്ടാണ് അവര് പിന്മാറിയത്. ഞാൻ എന്താ ഈ കേക്കുന്നേ? എന്റെ കുട്ടിയുടെ കല്യാണം മുടങ്ങിയെന്നോ? ഈ അമ്പലത്തിന് മുന്നിൽ തല തല്ലി ചാകിച്ച. അമ്മ അങ്ങനെ പറയല്ലേ. അപ്പച്ചി ഒന്ന് സമാധാനപ്പെട്. നമുക്ക് അവളെ മാന്യമായി കെട്ടിച്ചൂടാ. ഒന്ന് പോടാ എന്റെ മുമ്പിന്ന്. നമ്മുടെ കുടുംബത്തിന്റെ മാനം പോയില്ലേ? ഞാൻ ഇനി ജീവിച്ചിട്ട് എന്തിനാ? എനിക്കിനി ജീവിക്കണ്ട. എന്റെ അനുജത്തിക്ക് ഒരു ജീവിതം കൊടുക്കാൻ ആണത്തുള്ള ആരെങ്കിലും ഉണ്ടോ? ഈ മണ്ഡപത്തിൽ വെച്ച് ഈ മുഹൂർത്തത്തിനുള്ളില് എനിക്ക് അവളുടെ കല്യാണം നടത്തണം. ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വാ. ഞാൻ അവർക്ക് എന്തും കൊടുക്കും. അർജുന, നീ 2 ആഴ്ച സമയം താ. എന്തിന്? എന്റെ മോൻ ദിനേശൻ ദുബായിൽ നിന്ന് വന്നോട്ടെ. അവൻ കെട്ടും. ഇത് വാക്കാ. രണ്ടാഴ്ച വരെ കാത്തിരിക്കാനോ? എന്റെ മരണത്തിന് തുല്യ അത്. എനിക്കിന്ന് ഇവിടെ വെച്ച് എന്റെ പെങ്ങളുടെ വിവാഹം നടത്തണം. എന്റെ കുടുംബത്തിന്റെ മാനം കാക്കണം. അല്ല അർജുൻ, നമ്മുടെ പ്രസിഡന്റ് ഇല്ലേ നരേന്ദ്രൻ തമ്പി, പ്രസിഡന്റോട് കേട്ടാൻ പറ. നിന്റെ പെങ്ങളെ നരേന്ദ്രൻ തമ്പി കേട്ടെ. ഒന്നുമില്ലെങ്കിലും നരേന്ദ്രൻ അവളുടെ മുറച്ചെടുക്കാനല്ലേ. നരേന്ദ്രൻ അതിനുള്ള അവകാശം ഉണ്ടല്ലോ. അപ്പോ ഇതായിരുന്നു നിങ്ങളുടെ പദ്ധതി. നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ ഒരു നാടകം. ഇതൊരു കടന്ന കൈയായിപ്പോയി നരേന്ദ്ര. പെങ്കൊച്ചിന്റെ തന്തയാവാനുള്ള പ്രായമില്ലടോ തനിക്ക്. ഉളുപ്പ് വേണോടോ, ഉളുപ്പ്. അനാവശ്യം പറഞ്ഞോ താൻ വന്ന പോലെ തിരിച്ചു പോവില്ല. ഇവരീ കല്യാണക്കുറി എന്നൊക്കെ പറഞ്ഞത് പച്ചക്കള്ളവാ. അങ്ങനെ ഒരു പയ്യനേ ഇല്ല. നരേന്ദ്രൻ ആ കൊച്ചു പെണ്ണിനെ കെട്ടാൻ നടത്തിയ നാടകമായത്. നിങ്ങൾക്കറിയോ നാട്ടുകാരെ, ഇയാളുടെ മോന് വേണ്ടി എന്റെ മോളെ ചോദിച്ചു വന്നവനാ ഈ ചന്ദ്രപിള്ള. ഇപ്പൊ ഈ കല്യാണം മുടക്കിയതും ഇയാളാ. ഇയാളാ ആ പയ്യന്റെ വീട്ടുകാരെ വിളിച്ച് ലക്ഷ്മി എന്റെ മോളല്ലെന്ന് പറഞ്ഞത്. ഇല്ലാത്ത കൂട്ടരെ ഞാൻ വിളിച്ചെന്നോ? ഇതാരും വിശ്വസിക്കരുത്. നിങ്ങളുടെ മോൻ ദുബായിൽ നിന്ന് വന്നിട്ട് ലച്ചുവിനെ കെട്ടാമെന്ന് അല്പം മുമ്പ് താൻ പറഞ്ഞല്ലോടോ. അമ്മ ചെന്ന് വേഗം ലച്ചുവിനെ കൂട്ടി കൊണ്ടുവാ. ഇവിടുത്തെ തർക്കം പറഞ്ഞാൽ തീരുന്നല്ല. ഈ കിളവൻ ഇവിടെ കാത്തുകാത്തിരിക്കത്തേ ഉള്ളൂ. എന്നാലും അവൾ എവിടേക്കാ പോയത്? എന്റെ ദൈവമേ, അവൾ ഇയാളുടെ കയ്യിൽ പെടാതെ രക്ഷപ്പെടണേ. നിങ്ങൾ നോക്കിക്കോ, അവൾക്ക് തുണയായി ദേവി ഉണ്ടാവും. ഒരിക്കലും ഈ വയസ്സിന്റെ ഭാര്യ ആവില്ല ലച്ചു. മോനെ, അവള് പോണത് നീ കണ്ടോ? ഞാനെങ്ങനെ കാണാതെ അമ്മേ? നീ അവളുടെ ഭാഗത്താണെന്ന് എനിക്കറിയാം. അമ്മയ്ക്ക് സ്വർണ്ണവള തന്നതേ നിന്റെ അച്ഛമ്മയാ. ഇന്ന് ഈ കല്യാണം നടന്നില്ലെങ്കിലേ ഈ വളകളൊക്കെ അച്ഛമ്മ ഊരി വാങ്ങിക്കും.
നിന്റെ അച്ഛനായിട്ട് അമ്മയ്ക്ക് ഒന്നും വാങ്ങിത്തരില്ലെന്ന് മോൻ അറിയാലോ. മോൻ പറ, അവൾ എങ്ങോട്ടാ പോയത്? അത് ഞാൻ തുറന്നു പറയാം. അതെനിക്ക് അറിയെങ്കിൽ പോലും ഞാൻ പറയില്ല. അവന് സ്വന്തം അമ്മയല്ല, ലച്ചോ വലുത്. എന്റെ ദേവി, ഇട്ട് കൊതി തീർന്നില്ല. ആ നശിച്ചവൾക്ക് പോവാൻ തോന്നിയല്ലോ. അല്ല, പഞ്ചായത്ത് പ്രസിഡന്റാണെന്നുള്ള വിചാരം പോലെ അവനുണ്ടോ? കൊച്ചു പെണ്ണിനെ കെട്ടാൻ വേണ്ടി കാത്തിരിക്കുക മുതുക്കഴവൻ. എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നെന്ന് എനിക്ക് അറിയില്ല നരേന്ദ്ര. എല്ലാം നമ്മുടെ കൈവിട്ടുപോയി. അപ്പൊ ജീവൻ അയ്യോ, ഫോട്ടോ കണ്ട പയ്യനല്ലേ അത്? അവനെങ്ങനെ ഇവിടെ എത്തി? ചതിച്ചു. നിങ്ങളോടൊക്കെ കുറി മാറ്റടിക്കാൻ പറഞ്ഞിട്ട് എവിടെ അർജുൻ? എന്റെ ദൈവങ്ങളെ, ഞാൻ കാണുന്നതൊക്കെ സ്വപ്നാണോ? അവസാന നിമിഷം വരെ നിങ്ങൾ എല്ലാവരും എന്നോട് പറയാതെ ഒളിപ്പിച്ചതല്ലേ? പെണ്ണും പൊന്നും പണവും എല്ലാം കൈവിട്ടു പോയി. എവിടെ നിന്ന് ഫോട്ടോയിലെ ചെക്കനും എത്തി. ഇനി കെട്ടിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ലച്ചുവിനെ പറ്റിയുള്ള അപവാദ കഥകൾ വിശ്വസിച്ച് പയ്യന്റെ വീട്ടുകാര് കല്യാണത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും അവൻ പിന്നോട്ട് പോയില്ല. അവൻ ആൺകുട്ടിയാ. ലച്ചു, ലച്ചുന്റെ രാജകുമാരൻ എങ്ങനെയാ വന്നത്? എവിടെ വെച്ചാ ലച്ചു രാജകുമാരനെ കണ്ടത്? നന്ദുട്ടാ, എനിക്ക് മുത്തശ്ശിയെ കാണണം. എവിടെയാ മുത്തശ്ശി? ഞാൻ ഇപ്പൊ വിളിച്ചോട്ട് വരാം. മുത്തശ്ശി, മുത്തശ്ശി എവിടെ ഇരിക്കാണോ? വേഗം അങ്ങോട്ട് വാ. ലച്ചുന്റെ രാജകുമാരൻ വന്നു. മുത്തശ്ശിയെ ലച്ചു അന്വേഷിക്ക. എന്താ കുട്ടി പറയണേ? സത്യം മുത്തശ്ശി, ഓടിപ്പോയി ലച്ചു രാജകുമാരന്റെ കാലിലാ തിരിച്ചു വന്നത്. ഫോട്ടോയെ കണ്ടിനേക്കാൾ സുന്ദരന ലച്ചുന്റെ രാജകുമാരൻ. മുത്തശ്ശി വേഗം വാ, ഇപ്പൊ കല്യാണം നടക്കും. എന്റെ ദേവി, എവിടെ നിന്നോ ആ പയ്യനെ അവിടുന്ന് എന്റെ കുട്ടിയുടെ മുമ്പിൽ എത്തിച്ചല്ലോ. ഇത് അമ്മയുടെ വിധി വിളയാട്ടമെന്നല്ലാതെ മറ്റെന്താ? ഞാനിവളുടെ മുത്തശ്ശിയാ. നിങ്ങൾ എന്നെ വിട്ടേക്ക്. എന്റെ പ്രായത്തെ ഓർത്തെങ്കിലും എനിക്ക് പറയാനുള്ളത് മോനെന്ന് കേൾക്കണം. മുത്തശ്ശിയുടെ കൊച്ചുമോളെ വിവാഹം ചെയ്യാനാണ് എന്നോട് പറയുന്നെങ്കിൽ എനിക്കതിന് കഴിയില്ല. മുത്തശ്ശിയുടെ കൊച്ചുമോൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്നപ്പെട്ട മുത്തശ്ശി അതിനെ സമ്മതിക്കോ? ഒരിക്കലും മോന് ഞാൻ കുറ്റം പറയില്ല. സംഭവിച്ചതിനൊന്നും മോൻ കാരണക്കാരനും അല്ല, അതെനിക്കറിയാം. എവിടെ നിന്ന് കിട്ടിയ മോന്റെ ഫോട്ടോ വെച്ചുള്ള ചതിയാ ഈ കല്യാണത്തിന്റെ പിന്നില്. ഞാനും എന്റെ കുട്ടിയും അതിൽ പെട്ടുപോയി. പയ്യനും അവന്റെ ബന്ധുക്കളും വന്ന് പെൺകുട്ടിയെ കാണാതെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാ കല്യാണം ഉറപ്പിച്ചത്? ഈ കാലത്ത് ഇങ്ങനെ പെൺകുട്ടികളുണ്ടോ? ഞാനെല്ലാം പറയാം മോനെ. എനിക്ക് ഒരു മകനാ ഉള്ളത്. അവന്റെ ആദ്യ ഭാര്യയിൽ 2 ആൺമക്കളാ. മറ്റൊരു പെണ്ണിനെ കൂടി അവൻ വിവാഹം ചെയ്തു. അതിൽ ജനിച്ച കുട്ടിയാ ലക്ഷ്മി. പ്രസവത്തിൽ അവളുടെ അമ്മ മരിച്ചു. അധികം വൈകാതെ അവളുടെ അച്ഛനും മരിച്ചു. മരിക്കും മുമ്പ് എന്റെ മോൻ സ്വത്തുക്കളെല്ലാം ലക്ഷ്മിയുടെ പേരിൽ എഴുതി വെച്ചു. അവളുടെ പേരിലുള്ള സ്വത്തുക്കൾ തട്ടിയെടുക്കാനാ ഇവളുടെ വല്യമ്മയും മൂത്ത മകനും ചേർന്ന് മോന്റെ ഫോട്ടോ വെച്ച് കല്യാണക്കുറി ഉണ്ടാക്കിയത്. ഇതാണ് ലച്ചുവിനെ കെട്ടാൻ പോകുന്ന പയ്യൻ. പയ്യൻ വന്ന് പെണ്ണിനെ കാണാതെ കല്യാണം തീരുമാനിച്ചെന്നോ? പയ്യനും അവന്റെ അമ്മയും തൊഴാൻ വന്നപ്പോഴാ ഇവളെ കണ്ടത്. അപ്പച്ചിയുടെ കയ്യിൽ നിന്ന് ജാതകമായി കൊടുക്കുകയും ചെയ്തു. വലിയ കുടുംബക്കാരും കാശുകാരുമാ. ജാതകങ്ങളും നോക്കിയോ? ഇവളുടെ ജാതകം അങ്ങോട്ടും കൊടുത്തു, അവന്റെ ജാതകം ദേ ഇങ്ങോട്ടും തന്നു. പണിക്കരെ കൊണ്ട് ഞാനും നോക്കിയമ്മേ, അതല്ലേ ഞാനും വാക്ക് കൊടുത്തത്. പയ്യനെ നേരിൽ കാണാതെ വാക്കും പറഞ്ഞോ? അവൻ എന്നെ നേരി കാണുമെങ്കിൽ അങ്ങ് ബാംഗ്ലൂർ പോകണം. ഇനി കല്യാണത്തിന് 4 ദിവസം മുമ്പേ അവൻ ഇങ്ങ് വരുള്ളൂ. മുത്തശ്ശി അറിഞ്ഞോ? ലച്ചുവിന്റെ തലവര മാറാൻ പോവാ. അവള് ചെന്ന് കേറാൻ പോകുന്നതേ കൊട്ടാരത്തിലേക്കാ.
ഇപ്പോ സ്വത്ത് കൈവിട്ട് പോകാതിരിക്കാനാ അച്ഛന്റെ പ്രായമുള്ള ഒരുത്തൻ അവളെ കെട്ടാൻ കാത്തിരിക്കുന്നത്. എന്റെ കുട്ടിയെ മോൻ രക്ഷിക്കണം. എന്റെ മോളെ രക്ഷിക്കാൻ മോനെ ദൈവം അയച്ചതാ. പൂജയെ കഴിഞ്ഞുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ട കർമ്മം പൂർത്തിയായിട്ടില്ല. മനസ്സിലായില്ല. ഒരു മുഖവര വേണ്ടല്ലോ. നിങ്ങൾ കാരണം ഒരു പെൺകുട്ടിയുടെ കല്യാണം മുടങ്ങിയിരിക്കുക. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ആ കുട്ടിയുടെ കല്യാണത്തിൽ എനിക്ക് ഒരു പങ്കുമില്ല. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നിങ്ങൾ നിരപരാധിയാണെന്നും എനിക്കറിയാം. പക്ഷേ നിങ്ങൾ ഇതേ സമയം ഇവിടെ എത്തിയത് യാദൃച്ഛികമല്ല, ദൈവനിയോഗമാണ്. എനിക്ക് ഇത്തരം സംസാരമൊന്നും കേൾക്കാൻ താല്പര്യമില്ല. കുഞ്ഞെ, ഒരു നിമിഷം നിൽക്കൂ. ആ പെൺകുട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല. കുറച്ചെങ്കിലും നിങ്ങൾ അറിയണം. അവൾക്ക് വേണ്ടി എനിക്കിതെങ്കിലും ചെയ്യണം. ലക്ഷ്മിയെ ഈ നാടിന്റെ ഭാഗ്യമായിട്ടാണ് എല്ലാരും കാണുന്നത്. ഒരു കല്യാണം നടന്നാൽ അവളുടെ കൈകൊണ്ട് താലിയെടുത്ത് കൊടുക്കണമെന്ന് പറയുന്നവരുണ്ട്. പാടത്ത് കൃഷി ഇറക്കുമ്പോ അവൾ വേണം വിത്തെടുത്ത് കൊടുക്കാൻ. ഈ ഗ്രാമത്തിൽ എന്ത് നല്ല കാര്യം നടന്നാലും ആളുകൾ ലക്ഷ്മിയുടെ സാന്നിധ്യം ആഗ്രഹിക്കും. എന്നിട്ടാണോ ആ കുട്ടി ഇങ്ങനെ ഒരു ദുരന്തത്തെ പെട്ടു നിൽക്കുന്ന? ആ, അതാ എന്നെയും വേദനിപ്പിക്കുന്നത്. അവൾ ഇവിടെ ഈ ക്ഷേത്രത്തിൽ വന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോ വഴിപാട് നടത്തുന്നതോ എന്റെ അറിവിൽ ഉണ്ടായിട്ടില്ല. ദൈവം അവൾക്ക് വേണ്ടതെല്ലാം അറിഞ്ഞു നൽകുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഇരട്ടി പ്രായമുള്ള മനസാക്ഷിയില്ലാത്ത ഒരുത്തന്റെ ഭാര്യയായി തീരാൻ ദൈവം അവളെ തള്ളിവിടില്ലെന്ന് ദേവി ഉപാസകനായ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അറിഞ്ഞതും കേട്ടതും വെച്ച് ആ കുട്ടിയോട് എനിക്കും സഹതാപം. അവൾക്കൊരു വിവാഹ ജീവിതം കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നും എനിക്കില്ല. ഒരു ജീവിതകഥ. ഒരു മധ്യവയസ്കന്റെ കൂടെ ഇനിയുള്ള കാലം നരകതുല്യം ജീവിക്കണമെന്ന് പേടിച്ചിട്ടാ അവൾ ഇവിടെ നിന്ന് ഓടിപ്പോയത്. അങ്ങനെ രക്ഷപ്പെട്ടു പോയ അവൾ എങ്ങനെയാ നിങ്ങളുടെ തന്നെ കാറിന് മുന്നിലെത്തിയത്? അത് യാദർച്ഛികമാണോ? അവളെ വീണ്ടും കല്യാണ മണ്ഡപത്തിലേക്ക് നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നതും യാദർച്ഛികമാണോ? നിങ്ങളുടെ ഈ വേഷം തന്നെ കല്യാണ ചെക്കന്റേതാ. എന്തിന് നിങ്ങൾ ഈ വേഷം തന്നെ ഇന്ന് തിരഞ്ഞെടുത്തു? എല്ലാം യാദൃശികമാണെന്ന് മാത്രമേ എനിക്കിപ്പോഴും പറയാൻ പറ്റൂ. പക്ഷെ എനിക്കത് ദൈവനിശ്ചയമായിട്ടാ തോന്നുന്നത്. ദൈവം നിങ്ങൾക്ക് തന്ന ഭാഗ്യമായി ഈ പെൺകുട്ടിയെന്ന് നിങ്ങൾ തിരിച്ചറിയാതെ പോകരുത്. ദേവി മഹാമായി, എല്ലാം അവിടുത്തെ നിശ്ചയം പോലെ തന്നെ നടക്കട്ടെ. അങ്ങനെയാണല്ലോ. അവൻ അമ്പലത്തിലെത്തിയില്ലേ? പൂജ കഴിഞ്ഞു കാണും എന്തോ. ആ ഫോണങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. താലി കെട്ട് കഴിഞ്ഞാലും എടുക്കാമല്ലോ. വേണം മുഴങ്ങട്ടെ.
ഞാൻ അനുഗ്രഹിക്കണം അല്ലേ? പിന്നെ ഞാൻ ശപിക്ക. ഞങ്ങൾക്ക് അപമാനം വരുത്തി വെച്ച നീ നശിച്ചു പോവടി. ഇവന്റെ കൂടെ പോയി ജീവിക്കാമെന്ന് നീ സ്വപ്നം കാണണ്ടടി. നീ കാലെടുത്ത് വെക്കുന്ന വീടേ കത്തിച്ചാമ്പലാകും. ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയതോടെ നിന്റെ നാശം തുടങ്ങിയടാ. നീ എന്ത് ചെയ്താലും നശിച്ച് നാറാണക്കല്ലെടുക്കും. ഓനെന്ത് വലിയ പറയുന്ന. വാടി ഇങ്ങോട്ട് വാ. ആ സ്ത്രീ പറഞ്ഞത് കേട്ട് നിങ്ങൾ വിഷമിക്കേണ്ട മക്കളെ. ഈ കുട്ടി നാടിന്റെ ലക്ഷ്മിയാ മോനെ. ഇവളെ ഭാര്യയായി കിട്ടാൻ നീ പുണ്യം ചെയ്തിട്ടുണ്ടാവും. ഇവൾ കൂടെയുണ്ടെങ്കിൽ നീ ഒരിടത്തും തോറ്റുപോകില്ല. നിങ്ങൾ സന്തോഷത്തോടെ മരണം വരെ ഒന്നിച്ച് ജീവിക്കും മക്കളെ. ആ സദ്യക്ക് ആളെ ഇരുത്തിക്കോളൂ. ഈ നാട്ടിൽ രാജാവിനെ പോലെ തലയുർത്തി നടന്നവനാ ഞാൻ. നീയൊക്കെ ചിലരെ കോമാളിയാക്കി. നമുക്ക് പരിഹാരം കളിയാ. എന്തായി നടങ്ങ്. ഇങ്ങനെയൊക്കെ സംഭവിക്കും നമ്മൾ ആരെങ്കിലും വിചാരിച്ചാണോ? എല്ലാത്തിനും ഉത്തരവാദി നിങ്ങൾ തന്നെയാ. എവിടെ കിട്ടി നിങ്ങൾക്ക് അവന്റെ ഫോട്ടോ? നിങ്ങൾ അവന്റെ ഫോട്ടോ അടിച്ച നിമിഷം മുതൽ ഞാൻ പറഞ്ഞതാ ഇത് കൈവിട്ട കളിയാണെന്ന്. കല്യാണക്കൊടിയില് അവന്റെ ഫോട്ടോ വെച്ചടിച്ചപ്പം ഞാനത് മാറ്റിയടിക്കാൻ പറഞ്ഞതാ. അപ്പോ സിറ്റിന്ന് കുഗ്രാമത്തിലേക്ക് ആര് വരാനാന്ന് വന്നില്ല. ഇപ്പം അവരാരെ കൊണ്ടുവന്നേ? എല്ലാം നിങ്ങളെ പിടിപ്പേടാ. ഇല്ലാത്ത മോഹങ്ങൾ എന്റെ മനസ്സിൽ നിറച്ചിട്ട് അവരവിടെ സ്വന്തമാക്കി. നരേന്ദ്രൻ തമ്പി ആണും പെണ്ണും കെട്ടവരാക്കി. അവൻ അവളെയും കൊണ്ട് ഇവിടുന്ന് പോകുന്നത് എനിക്കൊന്ന് കാണണം. അവരെ നീ എന്ത് ചെയ്യുന്ന? നാട്ടുകാർ ഒന്നടക്കം അവന്റെ ഭാഗത്താ. നടന്നത് നടന്നു. ഇനി വരാൻ പോകുന്ന നഷ്ടങ്ങളെ കുറിച്ച് ആലോചിക്ക്. ലക്ഷ്മി ഈ വീട്ടിലേക്ക് വരാൻ പോകുന്നു വിശ്വസിച്ചല്ലേ അവൾക്ക് സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തത്. ആ സ്വർണം അണിഞ്ഞ അവൾ കണ്ടവന്റെ കൂടെ പോകാൻ പോകുന്നത്. നിങ്ങൾ ആരും എന്താ അതേപ്പറ്റി ചിന്തിക്കാത്തത്? അതെ, എന്റെ അമ്മ നേർന്ന ഒരു പൂജ ചെയ്യാനാ ഞാൻ ഇവിടെ വന്നത്. ഇതിനിടയിൽ വന്ന് പെട്ടുപോയതാ ഞാൻ. പിന്നെ അയാളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ കൊച്ചുമോളെ രക്ഷിച്ചതിന് എന്നെ ശിക്ഷിക്കരുത്. ഇങ്ങനൊന്നും പറയാതെ അവളെ കൂടെ കൂട്ടിക്കൊണ്ട് പൊക്കൂടെ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? എനിക്കും വീടും ബന്ധുക്കളൊക്കെ ഉണ്ട്. പൂജയ്ക്ക് വന്ന ഞാൻ ഒരു പെണ്ണുമായിട്ട് എന്ത് പറഞ്ഞ് വീട്ടിൽ തിരിച്ചു ചെന്ന് കയറും? നാട്ടുകാരുടെ മുമ്പിൽ ശരിക്കുള്ള കല്യാണമാണ് നടന്നത്. ഇനി അവളെ ഉപേക്ഷിച്ച നിങ്ങൾ അവളെ രക്ഷിച്ചതിന് ഒരു പ്രയോജനവും ഇല്ലാതാവും. എനിക്കാകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങളുടെ അഡ്രസ്, ഫോൺ നമ്പർ എനിക്ക് തരും. ആരുടെ ആശ്രയമില്ലാതെ മുത്തശ്ശിയുടെ കൊച്ചുമകൾക്ക് ജീവിക്കാനുള്ളൊരു വഴി ഞാൻ സിറ്റിയിൽ കണ്ടെത്തി കൊടുക്കാം. ഒരു ജോലി പോരെ ഇവൾക്ക്? മോനെ, നീ ഇവളെ ഇവിടെ നിർത്തിയിട്ട് പോയാ അതെന്റെ കുട്ടിയെ കൊന്നു കളയുന്നതിന് തുല്യമാ. ഇവള് മൂലം നിനക്ക് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അത്രയ്ക്ക് നല്ല കുട്ടിയാ ഇവള്. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാ. ശരി, ഞാൻ ഇവളെ കൊണ്ടുപോവാം. പക്ഷേ മുത്തശ്ശിയുടെ കൊച്ചുമോളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോയതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവുമെന്ന് കരുതണ്ട. കുടിക്കും മോനെ. വാങ്ങിച്ചോ മോനെ. വാങ്ങിക്കേ.
പകുതി അപ്പുറത്തോട്ട് കൊടുക്കുക. ഇത് കഴിച്ചിട്ട് പകുതി അവിടെ കൊടുക്കുക.